സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. നിങ്ങളിൻ്റെ മുഖത്തേക്ക് കുറേ നേരം ഇങ്ങനെ നോക്കിയാൽ പല്ല് ഒന്ന് ചെരിഞ്ഞതാണ് എന്ന് മനസ്സിലാവും. നോക്കുമ്പോൾ ഭംഗി കുറയാണ് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കിയാൽ നോക്കുന്നതിനനുസരിച്ച് ഭംഗി കൂടുകയാണ് ചെയ്യുക. അവ ഭംഗിയിൽ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്നത് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. ഭംഗിയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ 3 അത് 3 നബി തങ്ങൾക്കുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തേത് സംസാര ഭംഗിയാണ്. മനോഹരമായ സംസാരമായിരുന്നു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത്. വളരെ ആകർഷണീയമായ സംസാരം, ആര് കേട്ടാലും മനസ്സിലാകുന്ന സംസാരം. കാന കലാമൻ ഫസ്ലൻ യഫ്ഹമുഹു കുല്ലു മൻ യസ്മഉഹു. അതാണ് നബി തങ്ങളുടെ സംസാരത്തിന്റെ പ്രത്യേകത സല്ലല്ലാഹു അലൈഹി വസല്ലം. കാന കലാമൻ ഫസ്ലൻ, വിട്ടുപിരിഞ്ഞ സംസാരമായിരുന്നു. യഫ്ഹമുഹു കുല്ലു മൻ യസ്മഉഹു, കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള വിട്ടുപിരിഞ്ഞ സംസാരമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നത്. നമ്മൾ സംസാരം എല്ലാവർക്കും ഒന്നും മനസ്സിലാവില്ല. കുട്ടികൾ ആണ് സദസ്സിലെങ്കിൽ കുട്ടികൾ മാത്രം ഇരിക്കണം. ഓലോട് പറഞ്ഞത് വയസ്സന്മാർക്ക് മനസ്സിലാവില്ല. വയസ്സന്മാരോടാണ് വർത്താനെങ്കിൽ സദസ്സിൽ മൊത്തം വയസ്സന്മാരായിരിക്കണം. കുട്ടികളോട് പറഞ്ഞത് അവർക്ക് മനസ്സിലാവില്ല. നമ്മൾ രക്ഷിതാക്കളെ മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ പറയലുണ്ട്, രക്ഷിതാക്കളെ മീറ്റിങ്ങിൽ രക്ഷിതാക്കളെ ഉണ്ടാകാൻ പറ്റുള്ളൂ, കുട്ടികൾ ഉണ്ടാകാൻ പറ്റൂല എന്ന്. കാരണം രക്ഷിതാക്കളോട് പറയുന്ന പല വർത്താനവും കുട്ടികൾ കേൾക്കാൻ പറ്റാത്തതേക്കാരം. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിന് ആ കുഴപ്പമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആകർഷണീയവും മനോഹരവും വ്യക്തവുമൊക്കെയായ സംസാരത്തിൻ്റെ ഉടമയായിരുന്നു. ഭംഗിയിൽ ഒന്നാമത്തേത് സംസാര ഭംഗിയാണ്. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ഭംഗി എന്ന് പറഞ്ഞത് സംസ്കാര ഭംഗിയാണ്. അതും നബി തങ്ങൾക്കുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. സംസ്കാരം എന്ന് പറഞ്ഞാൽ നടത്തം, ഇരുത്തം, പെരുമാറ്റം, വസ്ത്രധാരണം, ഇതൊക്കെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഒരാളെ തുണിയും കുപ്പായും കണ്ടറിയാം അയാളെ ഏതാ കോലെന്ന്. അപ്പോൾ വസ്ത്രധാരണം സംസ്കാരത്തിന്റെ ഭാഗമാണ്, നടത്തം സംസ്കാരത്തിന്റെ ഭാഗമാണ്, ഇരുത്തം സംസ്കാരത്തിന്റെ ഭാഗമാണ്, വാഹനത്തിൽ സഞ്ചരിക്കുന്നത് സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സഹാബിയുടെ വീട്ടിലേക്ക് ഉച്ച സമയത്ത് ചെന്നു. തിരിച്ചു പോരുമ്പോൾ വലിയ വെയിലാണ്. അപ്പൊ ആ സഹാബി പറഞ്ഞു, നിങ്ങൾ എൻ്റെ കുതിരനെ കൊണ്ടുപോയിക്കോളി, എൻ്റെ മോന് കുതിരന്റെ ബാക്കിൽ നിങ്ങളപ്പം ഇരുന്ന് പോന്നോളും, പള്ളിക്കെത്തിയാലേ പെരയിലെത്തിയാലേ കുതിരനെ അങ്ങോട്ട് കൊടുന്നോളും എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ പോരുകയാണെങ്കിൽ മോന് കുതിരന്റെ മുന്നിലും ഞാൻ ബാക്കിലും കയറണം എന്ന് പറഞ്ഞു. നിങ്ങളെ മുന്നിൽ കയറാൻ പറ്റിയൊരു മകനൊന്നും എനിക്കില്ല. അതിനത്രയും വലിയൊരു മകനൊന്നും എനിക്കില്ല, അവൻ ബാക്കിൽ ഇരിക്കും എന്ന് പറഞ്ഞു. അതിൽ പറഞ്ഞു, വാഹനത്തിന്റെ ഉടമ മുമ്പിലാണ് ഇരിക്കേണ്ടത്, അതിന് പറ്റൂലെങ്കിൽ എൻ്റെ ഒപ്പം പോരാൻ പറ്റൂല, കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് വണ്ടി കൊടുന്നോട്ടെ എന്ന് പറഞ്ഞു. ഒപ്പം പോരാൻ പറ്റൂല പറഞ്ഞു. അങ്ങനെ തീരുമാനിച്ചു, പോയില്ല. നബി തങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്തു പോയി. കുറെ കഴിഞ്ഞിട്ട് മോനെ പറഞ്ഞയച്ചിട്ട് വാഹനം പിന്നീട് കൊണ്ടുവന്നു. അപ്പോൾ ഒരാളുടെ യാത്ര അയാളുടെ സംസ്കാരത്തിന്റെ മേലറിയിക്കും. നടത്തവും ഇരുത്തൊക്കെ. ഒരു പെരയെ ചെന്നാല് ആ പെരയത്തെ സോഫ കൊട്ടിങ്ങാണ്ടിരിക്കാൻ പാടില്ല എന്നാണ്. അത് വീട്ടുകാരെ ഇൻസൾട്ട് ചെയ്യലാണ്. കാരണം ഒരു വൃത്തിയാക്കിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. തൽക്കാലം പൊടി ഉണ്ടെങ്കിൽ അതിൽ ഇരിക്കണം, പോയിട്ട് തുണിങ്കുപ്പായം തിരുമ്പണം. ഒരാളുടെ ഇരുത്തം കണ്ടാൽ അയാളുടെ സംസ്കാരത്തെക്കുറിച്ചറിയാം. ഒരു ഓഫീസിൽ ചെന്നാൽ വർത്താനം പറയുമ്പോൾ മേശമ്മ കയ്യുത്തി വർത്താനം പറയാൻ പാടില്ല എന്നാണ്. അതൊരു മോശം സംസ്കാരമാണ്. ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണമെന്നാണ്, പിന്നെ ഇങ്ങനെ നിൽക്കാൻ പാടില്ല എന്നാണ്. ഇതൊക്കെ പെരുമാറ്റങ്ങളാണ്, സംസ്കാരമാണ്. ഇതൊരു മനുഷ്യന്റെ ഭംഗിയാകുന്നു. അപ്പൊ ഭംഗിയിൽ രണ്ടാമത്തേത് സംസ്കാര ഭംഗിയാകുന്നു.
അതൊരാളുടെ നടത്തം, ഇരുത്തം, പെരുമാറ്റം, കടത്തം, വസ്ത്രധാരണം, അവൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഇതെല്ലാം നോക്കിയാൽ മനസ്സിലാകും ഇയാളുടെ സംസ്കാരം എന്താണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറുന്നത് വരെ നോക്കിയാൽ മനസ്സിലാവുന്ന, തട്ടുകടയിൽ മാത്രമേ കയറുള്ളൂ വെച്ചാൽ ആളൊരു തട്ടാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോണ ഹോട്ടൽ വരെ ഒരാളുടെ സംസ്കാരത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് രണ്ടാമത്തെ ഭംഗി എന്ന് പറഞ്ഞത്. അതിനെയാണ് സംസ്കാര ഭംഗി എന്ന് പറഞ്ഞത്. അതിൽ നബിതങ്ങൾ ഒന്നാമനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തേത് സ്വഭാവ ഭംഗിയാണ്. അതിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാം നമ്പറാണ്. അങ്ങനത്തെ ഒരു സ്വഭാവം മറ്റൊരാളിൽ കാണുക സാധ്യമല്ല. അതിനെന്തെങ്കിലും ഒരു കുറവുണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. 10 കൊല്ലം മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കഴിച്ചു കൂട്ടിയിട്ട് ഞാൻ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് എന്തുകൊണ്ടാണടാ അനസേ നീ അത് ചെയ്തത് എന്നോ, ഞാൻ ചെയ്യാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നീ എന്തുകൊണ്ടത് ചെയ്തില്ല എന്നോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതാണ് സ്വഭാവ ഭംഗി എന്ന് പറയുന്നത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദേഷ്യപ്പെടുന്ന ആളായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈകൊണ്ട് അടിമയെ പോലും അടിച്ചിട്ടില്ല, മൃഗങ്ങളെ അടിച്ചിട്ടില്ല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാളുമായും മോശപ്പെട്ട ഇടപാട് നടത്തിയിട്ടില്ല. 63 കൊല്ലത്തെ സംസാരത്തിനിടയിൽ ഒരിക്കൽ പോലും തിരിച്ചെടുക്കേണ്ട ഒരു വാക്ക് അവിടെ നിന്ന് പറഞ്ഞിട്ടില്ല എന്നതാണ് സംസാരത്തിൻ്റെയും സ്വഭാവത്തിൻ്റെയും പ്രത്യേകത. അതുകൊണ്ട് ഭംഗിക്ക് വേണ്ടി ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ നബിതങ്ങളെ തന്നെയാണ് സ്നേഹിക്കാനുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തത് കമാലിയത്താണ്, സമ്പൂർണത. സമ്പൂർണമായതിനെ ആരും ഇഷ്ടപ്പെടും. നമ്മളൊരു ഫ്രിഡ്ജ് വാങ്ങുകയാണെങ്കിൽ 5 സ്റ്റാറിനായിക്കോട്ടെ, അതിനോട് വലിയൊരു താല്പര്യം തോന്നും. പൈസ ഇല്ലെങ്കിൽ നമ്മൾ 3 സ്റ്റാർ വാങ്ങുമ്പോഴും 5 സ്റ്റാറിനോടൊരു താല്പര്യം ഉണ്ടാവും. സമ്പൂർണതയെ ആരും ഇഷ്ടപ്പെടും. ഒരാൾ വേറൊരാളെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ ഇഷ്ടപ്പെടുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം കമാലിയത്താണ്, സമ്പൂർണതയാണ്. അതിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമനാണ്. നമ്മളെ എങ്ങനെ പരിശോധിച്ച് നോക്കിയാലും എന്തെങ്കിലും ഒരു കുറവുണ്ടാവുന്നതാണ്. ഒന്നുമില്ലെങ്കിൽ കണ്ണിൻ്റെ വെളുപ്പെങ്കിലും കുറച്ച് കൂടുതലുണ്ടാവും, അല്ലെങ്കിൽ കണ്ണിൻ്റെ ഉള്ളത്തെ കൺമണിയുടെ കറുപ്പെങ്കിലും ലേശം കുറവുണ്ടാവും എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു കുറവുണ്ടാവും. ഒരു കുറവുമില്ലാത്ത ഒരു മനുഷ്യനേ ഉള്ളൂ, അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് കമാലിയത്ത്, കാമിലായ മനുഷ്യൻ, അൽ ഇൻസാനുൽ കാമിൽ, ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ വിഷയങ്ങളും ഹദീസിൽ രേഖയുണ്ട്. നടത്തം എങ്ങനെയാണ്, ഇരുത്തം എങ്ങനെയാണ്, കടത്തം എങ്ങനെയാണ്, സംസാരം എങ്ങനെയായിരുന്നു, പെരുമാറ്റം എങ്ങനെയാണ്, ഭക്ഷണ രീതി എങ്ങനെയാണ്, എല്ലാം രേഖയുണ്ട്. ഒരു കുറവും കാണാൻ പറ്റൂല. ഒരു മനുഷ്യന്റെ ഒറിജിനൽ കളർ എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് നബിതങ്ങളുടെ കളറാണ് എന്ന് പറയേണ്ടി വരും. വെളുപ്പ് കലർന്ന, ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം. കുട്ടികളുടെ ചൂണ്ടുവിരലിന്റെ നഖത്തിന്റെ കളറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന്റെ കളർ. അപ്പോ ഒരു മനുഷ്യന്റെ ഒറിജിനൽ കളർ അതാണ്. ഒരു മനുഷ്യന്റെ കയ്യിന് എത്ര നീളം വേണ്ടത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം നബിതങ്ങളുടെ കയ്യിന് എത്രയാണ് നീളം, അതാണ് മനുഷ്യന്റെ കയ്യിന്റെ നീളം. ബാക്കി ആരെ കൈ ടാപ്പ് പിടിച്ചാലും ഒന്നുകിൽ ഏറെ ഇക്കാരം അല്ലെങ്കിൽ കുറവ് ഇക്കാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒന്ന് കുറവുണ്ട് എന്ന് പറയാനില്ല. ഏത് സദസ്സിൽ സംസാരിച്ചാലും ആരെ കേൾപ്പിക്കാൻ വേണ്ടിയാണോ ഒരു വാക്ക് പറഞ്ഞത് അയാളത് കേട്ടിരിക്കുമെന്നതാണ് മുത്തുനബിയുടെ സംസാരത്തിന്റെ പ്രത്യേകത സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയൊരു സദസ്സിൽ സംസാരിക്കുകയാണ്, ഒരാൾ കേൾക്കണമെന്ന് കരുതിയിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. അയാൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും, അയാൾക്കത് മനസ്സിലായിട്ടും ഉണ്ടാവും. അതാണ് ആ സംസാരത്തിന്റെ പ്രത്യേകത. ഇങ്ങനെ ഏത് നിലയിൽ പരിശോധിച്ചാലും സമ്പൂർണനായിരുന്നു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ജമാലിയത്തിന്റെ മേലിൽ സ്നേഹിക്കുകയാണെങ്കിൽ നബി തങ്ങളെയാണ് സ്നേഹിക്കേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം. കമാലിയത്തിന്റെ പേരിൽ സ്നേഹിക്കുകയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് സ്നേഹിക്കേണ്ടത്. ഖറാബത്ത് എന്ന കുടുംബ
പക്ഷെ ആ സുന്നത്തിനോട് ഇഷ്ടമുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മൻ അഹബ്ബ സുന്നത്തി, എന്റെ സുന്നത്തിനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഫഖദ് അഹബ്ബനി, തീർച്ചയായും അവൻ എന്നെ ഇഷ്ടപ്പെട്ടു.